അവന്റെ ക്രൂവൽ ആറ്റിറ്റ്യൂഡ് ഡേഞ്ചറാ. സത്യത്തിൽ ആ മെസ്സേജ് ഇട്ടത് തന്നെ എനിക്ക് വേണ്ടിയാ. ഐ വാസ് നോട്ട് ഹിയർ ബൈ ചാൻസ്, ബൈ ചോയ്സ്. ഹിസ് ചോയ്സ്. പക്ഷെ രണ്ടുപേരും എവിടെ എങ്ങനെ കണക്ട് ആവുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല എനിക്ക്. അവളെങ്ങനെയാണ് ഇങ്ങോട്ട് വന്നേ? Chill man. രക്ഷപ്പെട്ട. പറഞ്ഞതുപോലെ ഹെൽമെറ്റിനകത്ത് ഡ്രഗ്സ് വെച്ചിട്ടുണ്ട് ബ്രോ. നിന്റെ ഫ്രണ്ട് നമ്മളെ കുറിച്ച് ECPയോട് പറയില്ലല്ലോ. അവനിതിനെ കുറിച്ചൊന്നും അറിയില്ല. ക്രിമിനൽസിന്റെ അടുത്തുനിന്ന് പോലീസ് നമ്മളെ രക്ഷിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചേ. പക്ഷെ ഇതുപോലത്തെ സിക്ക് മൈൻഡഡ് ഓഫീസേഴ്സ് ക്രിമിനൽസിനെക്കാട്ടിലും ഡേഞ്ചർ ആണ് ഇവര്. താങ്ക്സ് ബ്രോ. ഞാനായിരുന്നെങ്കിൽ പോലും ഈ വെബ്സൈറ്റ് ഇത്രയും പെർഫെക്റ്റ് ചെയ്യില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ മതിയെന്നാ വിചാരിച്ചേ. പക്ഷെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടാ ചെയ്തിരിക്കുന്നത്. സൂപ്പർ ബ്രോ. അടുത്തെന്നാ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യണ്ട, നിന്നെ കണ്ടിട്ട് പാവം തോന്നിക്കോളൂ. പാവം തോന്നുവന്നോ? എല്ലാം ഞാനല്ലേ ചെയ്തേ. അപ്പൊ ഓക്കെ, ഇത് സ്റ്റാർട്ടിങ് മാത്രമാണ്. എത്ര ദൂരം പോകുന്ന എനിക്ക് പോലും അറിയില്ല. ബട്ട് ഫസ്റ്റ് നിന്റെ സേഫ്റ്റിയാണ് ഇമ്പോർട്ടന്റ്. സോ ഞാൻ പറയുന്നത് വരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്താ ബ്രോ ഇത്? അങ്ങനെയാണ് നീ എന്നെ. Chill man, we can make it out. No, it's like you help me and I will help you. ഓ കംപ്ലൈന്റ് ചെയ്ത വിക്ടിംസിന്റെ മേല് ഈ സോ ഭയപ്പെടാതെ എല്ലാരും മുന്നോട്ട് വന്ന് ഈ ചെയിൻ ബ്രേക്ക് ചെയ്യുന്ന ഓരോരുത്തരും നിങ്ങളെ തന്നെയും അതുപോലെ നിങ്ങളെ പോലുള്ള ഓരോ പെൺകുട്ടികളെയും എന്റെ നെക്സ്റ്റ് ടാർഗറ്റ് നീയാ. നിന്റെ ഫ്യൂച്ചർ ഞാൻ ഡിസൈഡ് ചെയ്തോളാം. പ്രഭാകർ, പറയൂ സർ. സത്യത്തിൽ അങ്ങനെ ഒരാളുണ്ടോ, അതോ ഇല്ലാത്ത ആളെ നിങ്ങൾ അന്വേഷിക്കണോ? ഒന്ന് വിശ്വസിക്കും സാർ. എന്ത് വിശ്വസിക്കണമെന്നാ പറയുന്നേ? അവളൊരു പോലീസ് ഓഫീസറായിട്ട് ജയിക്കണമെന്ന് ഞാനാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ എന്റെ മോളായിട്ടിരുന്നാലും മതിയായിരുന്നു. ഞാൻ 2 വർഷമായിട്ട് കാണുക. എനിക്ക് നല്ല പേടിയുണ്ട് പ്രഭാകർ. സാർ അത് പ്രഭാകർ, ഒരു നിമിഷം അകത്ത് വാ. എനിക്ക് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വെച്ച് അവരുടെ ഐഡിയോളജി എന്താണെന്നൊന്ന് നോക്കണം. ഇരിക്കെ. താങ്ക് യു മാഡം. അവൻ ഒരു സിക്ക് മൈൻഡഡ് പേഴ്സൺ. അപ്പൊ അവൻ ഒരു ഐഡിയോളജി എന്തായാലും ഉണ്ടാവണ്ടേ? ആ ഐഡിയോളജിയില് ഞാനും പ്രിയയും എങ്ങനെ വന്നു എന്നാ മനസ്സിലാവാത്ത. എന്ത് ഐഡിയോളജി? അത് അറിയണെങ്കില് ഈ 2 വർഷത്തിനുള്ളില് അവൻ എന്ത് ചെയ്യുമായിരുന്നെന്ന് മനസ്സിലാക്കണം. എന്തായാലും അവൻ വെറുതെ ഇരിക്കുമായിരിക്കില്ല. അതായത് ഈ 2 വർഷത്തിനിടയിൽ അവൻ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുന്നതാണോ? അതെ. വേറൊന്ന്, പ്രിയേനെയും എന്നെയും ഒരേ വിഷയത്തിലാ ടാർഗറ്റ് ചെയ്തെന്നുണ്ടെങ്കില് എന്തിനായിരുന്നു അവന് 2 years? ഒരുപക്ഷെ റീസൺ വേറെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ജനറലി ഓരോ ക്രിമിനൽസിനും ഓരോ പാറ്റേൺ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ 2 പേരുടെയും വിഷയത്തിൽ അങ്ങനെ ഒരു പാറ്റേണേ ഇല്ലല്ലോ. അതെ അതെ, പാറ്റേൺ ഒന്നും കാണില്ല. റാൻഡം ആയിട്ട് വേണം നമുക്ക് നോക്കാൻ. ഇപ്പൊ നോക്ക്, പ്രിയയുടെ സൂയിസൈഡ് ആയിരുന്നു, അരുണിന്റെയും ഒരു സൂയിസൈഡ് ആയിരുന്നു. എന്നാ അഫക്ട് ചെയ്തത്, ടാർഗറ്റ് ചെയ്തത് എന്നെയും. ക്യാരക്ടർ അസാസിനേഷൻ, അതായത് വിക്ടിംസ് 2 പേരും സ്ത്രീകൾ. അപ്പോ വിമൻ കേസും ഇപ്പൊ നമ്മൾ അന്വേഷിക്കണല്ലേ? ആക്സിഡന്റ്, അറസ്റ്റ്, സൂയിസൈഡ്, സൈബർ ക്രൈം വിക്ടിംസ്, ക്യാരക്ടർ അസാസിനേഷൻ, ഇതുപോലെ ക്ലോസ് ആയിട്ടുള്ള എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. അവൻ ചെയ്തതെല്ലാം ക്രൈം ആണെന്ന് തെളിയിക്കാൻ പോലും പറ്റാത്തവയാ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത വിക്ടിംസിന്റെ എണ്ണം കൂടുമായിരിക്കും. ചിലത് നമുക്ക് കിട്ടും, ചിലത് നമുക്ക് കിട്ടില്ലായിരിക്കും. പക്ഷേ ഏത് പാറ്റേൺ ആണെന്ന് അറിയാൻ പറ്റും. അത് വെച്ച് അവരുടെ ഐഡിയോളജി എന്താണെന്ന് അറിയാൻ പറ്റും. നിലവില്ലേ? ഉണ്ട് സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ.
നൈസ്. ഈ 14 കേസസിൽ എന്ത് ക്രൈം എന്നുള്ളത് നമുക്കറിയില്ല. ഇതിൽ കുറച്ച് റിയൽ ആയിട്ട് നടന്നിട്ടുണ്ടാവാം, പക്ഷെ അത് നമുക്ക് ഷുവർ അല്ല. ഇതിലെല്ലാവരും യങ് ഗേൾസ് ആണ്. എന്ന് ഒരാൾ മാത്രം 55 ഇയർ ഓൾഡ് ലേഡി. ഇതിൽ ക്രൈം എന്ന് തോന്നുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാ അവൻ ചെയ്ത വെബ്സൈറ്റ്. ഓക്കെ, അപ്പൊ ഇവനെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ ആ പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കല്ലേ? ദാറ്റ്സ് റൈറ്റ്. അൻവർ ഹുസൈൻ, ആയിഷ ബജുവൻ ഷേഹി, സ്മാർട്ട് ആൻഡ് സ്ട്രോങ് ലടുക്കി. ഞങ്ങളുടെ ഫാമിലിയിൽ MBA പഠിച്ച ആദ്യത്തെ പെണ്ണ. അവളൊരു പ്രൈവറ്റ് ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്തു. എന്റെ മരുമകന് അവള് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. രണ്ടുപേർക്കിടയിൽ എപ്പോഴും വഴക്കാ. 1.5 വർഷം മുമ്പ് അവർ തലാക്ക് ചൊല്ലി. എങ്കിലും അവളുടെ ധൈര്യത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഷീ ബിക്കം മോർ സ്ട്രോങ്. എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ വായില് മുഴുവൻ നൊരയായിരുന്നു.